നമസ്കാരമുണ്ട്, രഞ്ജിത്താണ്. ഇന്നിപ്പം ഈ സമയത്ത് വീഡിയോയിൽ വരാൻ ഒരു പ്രധാന കാരണമുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ തികട്ടുന്നൊരു വിഷയമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ തികട്ടാനുള്ള കാരണം, ഒരു 3-4 ദിവസം മുമ്പാണ് ഒരു ബ്രാൻഡിങ് വർക്ക്ഷോപ്പ് ചെയ്യാനിടയായത്. ആ ബ്രാൻഡിങ് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് ബ്രാൻഡിങ്ങിലും മാർക്കറ്റിങ്ങിലും താല്പര്യമുള്ള ഒരുപാട് സംരംഭകരെ കാണാനിടയായി. അത് കഴിഞ്ഞ ഉടനെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പല ആളുകളും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. മുൻപ് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നമ്മൾ സെർവ് ചെയ്തിട്ടുള്ള പല ക്ലയൻസും എന്നെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. ഒരു പ്രധാന പ്രശ്നം പറഞ്ഞുകൊണ്ട്, ഈ പ്രധാന പ്രശ്നം മറ്റൊന്നുമല്ല, ഒരു സംരംഭം നടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് ഇതൊരു സാമൂഹിക പ്രശ്നം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഒരു സംരംഭം നടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് അതിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി എത്ര ബഡ്ജറ്റ് മാറ്റി വെക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. ഇതിന് സത്യം പറഞ്ഞാൽ ഒരു തമ്പ് റൂൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഓരോ ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തുകൊണ്ട്, ഓരോ ബിസിനസ് ഡൊമൈനിനെ ബേസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ തമ്പ് റൂൾസ് നമുക്ക് പറയാൻ സാധിക്കും. ജനറിക്കായിട്ട് പറയാൻ പറ്റുന്ന തമ്പ് റൂൾസ് പലപ്പോഴും പറയാറുള്ളത്, കുറച്ചൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോസ് റവന്യൂവിൻ്റെ 6% മുതൽ 12% വരെ വേണമെങ്കിൽ മാറ്റിവെക്കാമെന്നും, സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ 12% മുതൽ ഏകദേശം 20% വരെ ഗ്രോസ് റവന്യൂവിൻ്റെ മാറ്റിവെക്കാമെന്നാണ് പറയാറുള്ളത്. ആരും എന്നെ ചീത്ത പറയാൻ വരണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് ഡിപ്പെൻസ് ആണ്. ഇത് ഓരോ ഇൻഡസ്ട്രിയിലും വ്യത്യസ്തമാണ്. ചില സ്ഥലങ്ങളിൽ ഇത്രയും ബഡ്ജറ്റ് ആവശ്യം ഉണ്ടാവില്ല, ചില സ്ഥലങ്ങളിൽ, ചില പ്രത്യേക ഇൻഡസ്ട്രികളിൽ ഇതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് ആവശ്യം വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഏതാണോ ഇൻഡസ്ട്രി അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് തീരുമാനം ഉണ്ടാക്കാൻ. പക്ഷെ അതൊന്നുമല്ല വിഷയം. എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു വിഷയമുള്ളത് കൊണ്ടാണ് വീഡിയോയിൽ വരുന്നത്. വേദനിപ്പിച്ച വിഷയം മറ്റൊന്നുമല്ല, ഒരു കഥയാണ്. ഇതിനകത്തുള്ള ഒരു ഓൺട്രപ്രണറുടെ കഥ. 4 വർഷം മുമ്പാണ് അദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണ്. ആ ഇൻഡസ്ട്രി ഏകദേശം 2 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. 4 വർഷമായിട്ട് അദ്ദേഹം ഒരു ഹൗസ് ഹോൾഡ് എക്യുപ്മെൻ്റ് ആണ്, വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ആ ഉപകരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം മാർക്കറ്റ് ലീഡറുടെ അത്ര തന്നെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചു തന്നു, കാറ്റലോഗ് കാണിച്ചു തന്നു, അതിമനോഹരമായിട്ടുണ്ട്. 2 കോടി രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്രമാത്രം സെയിൽസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കിയിട്ട് ഒരു നാണവും വിഷമവും ഒക്കെ കലർന്നിട്ടുള്ളൊരു പ്രത്യേക വികാരം. ഈ വികാരത്തിൽ ആൾ പറയാണ്, സെയിൽസ് അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. 4 വർഷമായിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഈ ഫാക്ടറി നന്നാക്കാനും പ്രൊഡക്റ്റ് ബെറ്റർ ആക്കാനും ഒക്കെ വേണ്ടി. എന്നാൽ മാർക്കറ്റിങ്ങിന് വേണ്ടി എത്ര പൈസ കയ്യിലുണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം ഏകദേശം തീർന്നിട്ടുണ്ട്, ഇനി ഒരു 500 രൂപ പോലും മാർക്കറ്റിങ്ങിന് വേണ്ടി എടുക്കാനായിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇദ്ദേഹം മാത്രം പറഞ്ഞതാണെങ്കിൽ എനിക്കത് വലിയ അത്ഭുതമാവില്ലായിരുന്നു. ഏകദേശം സിമിലർ രീതിയിൽ 5-6 ആളുകൾ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ വെയർ ഹൗസിൽ ഇത്രയും കോടി രൂപയുടെ പ്രൊഡക്റ്റ് ഇരിപ്പുണ്ട്, ഇത് എങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മാർക്കറ്റിംഗ് പാർട്ടിനെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു പെയിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അതായത് അവരുടെ നീഡിനെ റിയൽ നീഡായിരിക്കണം. പല ആൾക്കാരും പ്രത്യേകിച്ച് നീഡൊന്നും ഇല്ലാതെ സാധനങ്ങളുമായിട്ട് ഇറങ്ങുന്നുണ്ട്. അതല്ല, നമുക്ക് ചുറ്റും എന്തെങ്കിലും ഒരു പെയിൻ കാണുന്നുണ്ടെങ്കിൽ ആ പെയിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഒരു മാർക്കറ്റ് ഓഡിയൻസ് ഉണ്ടാവും, ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. ആ ടാർഗറ്റ് ഓഡിയൻസിനെ വ്യക്തമായി മനസ്സിലാക്കുകയും ഈ ഓഡിയൻസിലേക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് എത്തിക്കുക എന്നുള്ളതിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കുകയും വേണം. ആ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്ത് അതിൻ്റെ ചാനൽ, അതിനെ ഏതൊക്കെ ചാനലിലൂടെ അവിടേക്ക് എത്തിക്കാമെന്ന് മനസ്സിലാക്കി, ഇനിയിപ്പോൾ മിഡിൽ മെൻ ഉണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ ഡീലറോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര മാർജിൻ കൊടുക്കണമെന്ന് മനസ്സിലാക്കി, ഇതിനൊക്കെ എത്ര കോസ്റ്റ് ആവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മാർക്കറ്റിങ്ങിന് വേണ്ട ഒരു ഇനീഷ്യൽ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് അങ്ങോട്ട് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മളുടെ ഇനീഷ്യൽ ക്യാപിറ്റലിനകത്ത് നിന്ന് തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ട വ്യക്തമായൊരു ബഡ്ജറ്റ് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും പർച്ചേസും പ്രൊക്യൂർമെൻറ്റും മറ്റു പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മാർക്കറ്റിങ്ങിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. മിക്കവാറും കോടികളായിരിക്കും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുണ്ടാവുക. എന്നാൽ മാർക്കറ്റിങ്ങിനെ പലപ്പോഴും നമ്മൾ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. ഒരു ഫുട്ബോൾ കളിയായിട്ട് നമ്മൾ ബിസിനസ്സിനെ കാണുകയാണെങ്കിൽ, ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ, കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഫുട്ബോളിലെ സ്ട്രൈക്കേഴ്സും ഫോർവേഡ്സും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബിസിനസ്സിനകത്തുള്ള സെയിൽസ്
അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ഇവരില്ലെങ്കിൽ ഗോൾ അടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. ഗോൾ അടിച്ചില്ലെങ്കിൽ നമ്മുടെ ഏത് ഫുട്ബോൾ ടീമാണെങ്കിലും അത് എത്ര കൊമ്പൻ ടീമാണെങ്കിലും ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായി പോകും എന്നുള്ളതിലും യാതൊരു സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ആദ്യ വർഷത്തിൽ തന്നെ നിങ്ങളുടെ ബിസിനസ് ഔട്ടായി പോകേണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് മാർക്കറ്റിംഗ് പ്ലാൻ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിനെ ബേസ് ചെയ്ത് മാത്രം ബാക്കിയുള്ള എൻറ്റയർ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുക. ഈ ഒരൊറ്റ മെസ്സേജ് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം അത് എന്ത് ഡൊമൈൻ ആയിക്കോട്ടെ കേട്ടോ, IT ആയിക്കോട്ടെ, non-IT ആയിക്കോട്ടെ, ട്രഡീഷണൽ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനകത്തുള്ള വേറൊരു ഡിവിഷൻ തുടങ്ങുകയാണെങ്കിൽ പോലും ആരാണ് നിങ്ങളുടെ ഓഡിയൻസ്, ആ ഓഡിയൻസിലേക്ക് എങ്ങനെയാണ് എത്താനായിട്ട് എത്ര കോസ്റ്റ് ആവശ്യമുണ്ട്, ആ ഓഡിയൻസിൽ നിങ്ങൾക്ക് എത്ര റവന്യൂ ഉണ്ടാക്കും, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ആ ബഡ്ജറ്റ് മാറ്റിവെച്ചതിന് ശേഷം മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ ഒരുപാട് പേര് നമ്മളിപ്പോഴുള്ള കൺസൾട്ടൻസിനൊക്കെ സമീപിക്കുന്നുണ്ട്. കൺസൾട്ടൻസിന് ആ സമയത്ത് നിങ്ങൾ ഇതൊക്കെ കോടികൾ ചിലവാക്കിക്കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, എന്നാൽ മാർക്കറ്റിങ്ങിന് ഒരു ബഡ്ജറ്റും ഇല്ല എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എന്നാൽ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിനെ വ്യക്തമായി പ്ലാൻ ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒന്ന് ബ്രാൻഡ് ചെയ്തെടുക്കാനും ഒക്കെ കൺസൾട്ടൻസിന് സാധിക്കും. അപ്പം അതിനൊരു അവസരമെങ്കിലും ഉണ്ടാക്കണം. പക്ഷേ ഒരു ICUവിലൊക്കെ കിടക്കുന്ന സമയത്തല്ല നമ്മൾ ഡോക്ടറെ കാണേണ്ടത് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ബിസിനസ്സിനെ ആദ്യം തന്നെ കരുതലോടെ കണ്ടുകൊണ്ട് മാർക്കറ്റിങ്ങിന് ഒട്ടും ലാഘവത്തോടെ അല്ലാതെ വളരെ സീരിയസ് ആയിട്ട് സമീപിച്ചാൽ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്തും ബിസിനസ്സുകൾക്ക് വലിയ സാധ്യത തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം.